പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദേ ഭാരത് മിഷന്റെ 4ാം ഘട്ട വിമാന സർവീസുകളിൽ നിന്ന് ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളെ ഒഴിവാക്കിയതായി റിപ്പോർട്ട്. ജൂലൈ 1 മുതൽ 14 വരെ തീയതികളിലേക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ പട്ടികയിൽ GCCയിൽ നിന്ന് UAE, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നാട്ടിലേക്ക് പോകാനായി ഖത്തർ, കുവൈറ്റ് രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് സർക്കാരിന്റെ ഈ തീരുമാനം തിരിച്ചടിയായിരിക്കുകയാണ്. ഇതേസമയം എയർ ഇന്ത്യ ഇന്നലെ രാത്രി വൈകി പുറത്തുവിട്ട പട്ടിക അനുസരിച്ച് സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് 11 വിമാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ മാത്രം 82,000-ലേറെ പേരും ഖത്തറിൽ നിന്ന് 45,000 പേരുമാണ് നാട്ടിലേക്ക് മടങ്ങാനായി ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. വന്ദേ ഭാരത് ചാർട്ടേഡ് വിമാനങ്ങളിലായി ഇവിടങ്ങളിൽ നിന്ന് ഏതാണ്ട് 1/4 പേർ മാത്രമേ നാട്ടിലേക്ക് പോയിട്ടുള്ളൂ. ശേഷിച്ച 3/4 പേർ നാട്ടിലേക്ക് അവസരത്തിനായി കാത്തിരിക്കുമ്പോഴാണ് സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന വന്ദേ ഭാരത് വിമാനങ്ങൾ ഈ സെക്ടറിൽ നിന്നും പിൻവലിച്ചത്. ഇതുമൂലം കൂടിയ തുക നൽകി ഇതര വിമാനങ്ങളിൽ സീറ്റ് തരപ്പെടുത്തേണ്ട അവസ്ഥയാണ് ഉരുവായിരിക്കുന്നത്. ഖത്തറിൽ നിന്ന് കേരള സെക്ടറുകളിലേക്ക് വന്ദേ ഭാരത് ടിക്കറ്റിന് 750 റിയാലായിരുന്നു. ചാർട്ടേഡ് വിമാനങ്ങൾ 900 മുതൽ 1500 റിയാൽ വരെയാണ് ഈടാക്കി വരുന്നത്. 150 മുതൽ 650 റിയാൽ വരെ അധികം ചാർജ് ഈടാക്കുകയാണ്. കുവൈറ്റിൽ വന്ദേ ഭാരത് ടിക്കറ്റ് 80 തുടങ്ങി 85 ദിനാർ കിട്ടിയിരുന്നു. ചാർട്ടേഡ് വിമാനങ്ങൾ 110 തുടങ്ങി 130 ദിനാർ വരെയാണ് ഈടാക്കുന്നത്. 30 തുടങ്ങി 50 ദിനാർ അധികം നൽകേണ്ടി വരുന്നു. ജോലി നഷ്ടപ്പെട്ടും വിസ കാലാവധി കഴിഞ്ഞും അടിയന്തര ചികിത്സയ്ക്കും പ്രസവത്തിനുമായി നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി കാത്തിരിക്കുന്ന ഒട്ടേറെ പേരുണ്ട് ഈ രാജ്യങ്ങളിൽ. ആയതിനാൽ തന്നെ വന്ദേ ഭാരത് മിഷൻ വിമാന സർവീസ് ഈ രാജ്യങ്ങളിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് സാധാരണ പ്രവാസികളുടെ ആവശ്യമെന്നത്. അതോടൊപ്പം വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി പ്രഖ്യാപിച്ച 4ാം ഘട്ട വിമാന പട്ടികയിൽ സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് 11 വിമാന സർവീസുകൾ ഉണ്ടാകുമെന്ന് റിയാദ് ഇന്ത്യൻ എംബസി അറിയിക്കുകയുണ്ടായി. ജൂലൈ 1 മുതൽ 14 വരെ പ്രഖ്യാപിച്ച 136 സർവീസുകളിൽ കേരളത്തിലേക്ക് വിമാനങ്ങളില്ലാത്തതിനെ ചൊല്ലി വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ആയതിനാലാണ് ജൂൺ 16 മുതൽ 22 വരെ നടത്തിയ 3ാം ഘട്ട പട്ടികയിലും സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് അനുവദിച്ചിരുന്നില്ല. 12 വിമാനങ്ങളാണ് ഈ ഘട്ടത്തിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ആശ്വാസകരമാവുകയാണ് ഈ വാർത്ത. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.